ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഓറഞ്ച് ഹാൻഡ് ഗാർഡിനെ പറ്റിയിട്ട്. ഇതാണ് അത്. ജസ്റ്റ് ആയിട്ട് ഇവിടെ ചെറിയൊരു ടിന്ന്, അതായത് മീൻസ് ചേട്ടൻ വന്നിട്ട് ആർമിയിലാണ്. അപ്പം വന്നിട്ട് ചെറിയ അവരെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ബോക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബോക്സ് ക്ലിയർ അടിച്ച് കൂട്ടത്തിൽ, ക്ലിയർ അല്ല, ഫുൾ ഗ്ലോസി ബ്ലാക്ക്, നമ്മൾ കംപ്രസർ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അടിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മിച്ചം വന്നത് ഇതിലോട്ട് ചെറുതായിട്ട് അടിച്ച സമയത്ത് നല്ല സ്പ്രെഡിങ് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൂക്കിയിട്ട് അടിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അതിപ്പം കുഴപ്പമില്ല. അത് ഞാനിപ്പോൾ എന്തായാലും ഇനി മാറ്റ് വാങ്ങിച്ച് ഇതൊന്നും കൂടെ സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് അടിക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓറഞ്ച് വെച്ച് കാണിക്കാട്ടി എന്തുകൊണ്ട് ഈ ബ്ലാക്ക് വെച്ച് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് അടിച്ചതേ ഉള്ളൂ. ഈ തൂക്കിയിട്ട് അടിച്ചുകൊണ്ട് കംപ്രസറിൽ ഓവറായിട്ട് പെയിൻറ്റ് പോയിട്ട് അങ്ങനത്തെ ചെറിയ ഒലിപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ചെറിയ തട്ടലും മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെ വച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ക്ലിയർ ചെയ്യും, അതായത് മാറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെയൊക്കെ മാറ്റ് അടിക്കാനുള്ളതുകൊണ്ട് പിന്നെ അത് ഞാൻ ചെയ്യും. അപ്പോൾ ഈ ക്വിക്ക് ത്രോട്ട് പോലെ സെറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ കുറേ പേര് ചോദിച്ച കാര്യമായിരുന്നു. അപ്പോൾ വണ്ടി ഇപ്പം ഈ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ സൈഡിൽ ഇരുന്ന ഹാൻഡിൽ വെയ്റ്റിൻ്റെ ഇത് ഞാൻ എടുത്ത് മാറ്റി അതിന് പകരം നമ്മൾ ഇത് സെറ്റ് ചെയ്യും. പക്ഷേ എനിക്ക് അതിന് മുമ്പ് ഇതൊന്ന് കട്ട് ചെയ്ത് മാറണം. കാരണം എനിക്ക് ഈ സ്നാപ്പ് ഇഷ്ടമില്ല. കാരണം ഇത് സേഫ്റ്റി ആണ്, പക്ഷേ ഹാൻഡ് ഗാർഡ് വയ്ക്കുമ്പോൾ ഈ സ്ട്രൈറ്റും ആണ്. എന്നാലും എനിക്കിത് ഇഷ്ടമില്ല. ഇത്രയും മതി. ഇതാണ് കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്യും. ഞാൻ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. കുറേ പേർക്ക് ഡൗട്ട് കാണും ഇതെങ്ങനെയായിരിക്കും വർക്കിംഗ് ആയിരിക്കും, അതായത് ടൈറ്റ് ആയിട്ടിരിക്കുമെന്നൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അലാങ്കി ബോൾട്ട് ഇവിടെ കയറ്റുക, ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ ഇങ്ങനെ കയറ്റുക. ഇങ്ങനെ വരുമ്പം നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുമ്പം ഈ സാധനം ഓവർലാപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുന്ന സാധനം കുറച്ചുകൂടി മേലോട്ട് പൊങ്ങി വന്ന് സെറ്റാവും. അതാണ് വർക്കിംഗ്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഹാൻഡ് ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹാൻഡ് ഗാർഡ് കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഏസർ ബിക്സിൻ്റെ ഹാൻഡ് ഗാർഡാണ്. അപ്പം ഇത് കുറച്ചുകൂടി ക്വാളിറ്റി ഫീലുള്ള സാധനം തന്നെയാണ്. ഏകദേശം 1000+ വരുന്നുണ്ട് എൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഓഫ് റോഡിന്, അതായത് ഓഫ് റോഡ് യൂസിനല്ല വണ്ടി, എന്നാലും ആ ഒരു ഓഫ് റോഡ് ലുക്ക് നൽകാൻ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് ഗാർഡ് ഏസർ ബിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് KTM ഹാൻഡ് ഗാർഡ് വയ്ക്കുമ്പോഴൊന്നും ഈ ഒരു കംഫർട്ടും ഫീലൊന്നും എനിക്കില്ല. പക്ഷെ അത് 390 ആ ഒരു KTM ബൈക്സിൽ വയ്ക്കുമ്പോൾ അതിൻ്റെതായ ഒരു കംഫർട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അല്ല, നമ്മൾ ഒരു ബൈക്ക് കസ്റ്റം ചെയ്യുമ്പം അതിൻ്റെതൊരു ഫീല് വരണമെങ്കിൽ ഏസർ ബിക്സിൻ്റെ ഇതേപോലത്തെ ഹാൻഡ് ഗാർഡ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം സാധനം സെറ്റായിരുന്നു, ഓറഞ്ച് ആയിരുന്നു, അത് ഞാൻ ബ്ലാക്ക് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ലുക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് എനിക്കായിട്ടുണ്ട് ബൈക്കിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇനി വണ്ടിയിൽ. അപ്പോൾ ഇനി കുറച്ച് അപ്ഡേഷൻ ഉണ്ട്, ഫോർക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, ബൈ.